ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞാനും വയനാടിൻ്റെ പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ് കേട്ടോ. വയനാട്ടിലെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിൽ ഏകദേശം 10 വർഷക്കാലമായിട്ട് ജനുവരി 1 മുതൽ 15 വരെയാണ് ഇവിടെ പൂപ്പൊലി നടന്നു വരാറുള്ളത് കേട്ടോ. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ ധാരാളമായി കാഴ്ചക്കാരായി ഇവിടെ എത്താറുമുണ്ട്. പ്രവേശന കവാടം മുതൽ അങ്ങ് നോക്കത്താ ദൂരത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പുഷ്പനഗരിയെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പ്രവേശന കവാടം മുതൽക്ക് പൂക്കളാൽ നിർമ്മിതമായ ഒരു വൻമതിൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റോഡിന് കുറുകെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ആർച്ച് രൂപേണ അമ്പരച്ചുംബികളായി നിൽക്കുന്ന ഹൃദയ കവാടങ്ങൾ പോലെ ഒരുക്കി വെച്ചിട്ടുള്ള കവാടങ്ങളും ഒക്കെ വളരെ മനോഹരമാണ്. ഇത്തവണ നല്ല കരുത്തും വലുപ്പവുമുള്ള ധാരാളം പൂക്കളെ, പ്രത്യേകിച്ച് ജമന്തി, ചെണ്ടുമല്ലി ഇനത്തിൽപ്പെടുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ധാരാളമുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഗ്ലാഡിയോലസിൻ്റെ അതുപോലെ തന്നെ ആസ്റ്ററിൻ്റെയൊക്കെ ഒരു അതിപ്രസരം നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ കുറേ ആളുകൾ ഇത്രയും കാഴ്ചയുള്ളതിൻ്റെ ഇടയിലും മൊബൈലിലൊക്കെ തോണ്ടി നടക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരി വരും. ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നടപ്പാതയിലും അതുപോലെ തന്നെ ജലസേചനത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ള കുളങ്ങളിലുമൊക്കെ തന്നെ പൂച്ചെടികൾ സമൃദ്ധമായി അലങ്കരിച്ചിട്ടുണ്ട്. അവിടെവിടെയായി ഗോൾഡൻ സൈപ്രസുകൾ വെട്ടി പല രൂപത്തിലും വലുപ്പത്തിലുമുള്ള രൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതും കാണാൻ ഏറെ മനോഹരമാണ്. ഈ പൂപ്പൊലി സജ്ജീകരിച്ചിട്ടുള്ള ഈ പ്രദേശം തന്നെ എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ജലസേചനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള വലിയ വലിയ കുളങ്ങൾ തന്നെയാണ്. നോക്കൂ, ബുഷുകൾ വെട്ടി പൂപ്പൊലി എന്ന മാതൃകയിൽ വെട്ടി നിർത്തിയിട്ടുള്ളത് കാണാൻ എന്ത് ഭംഗിയല്ലേ. എനിക്ക് പോലും പേരറിയാത്ത ഇതുപോലുള്ള ധാരാളം പുതിയ പുതിയ ഇനങ്ങളും ഇത്തവണ പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പച്ചമേഞ്ഞ പുൽക്കുടികളുകൾ വിശ്രമ സങ്കേതങ്ങളായും 2 അരയന്നത്തിൻ്റെ നടുവിൽ കിണറിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ആ പൂക്കൂടയും ഒക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന കരങ്ങളിലെ ആ കരവിരുതുകൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഗ്ലാഡിയോലസുകൾ. ഈ ചുവന്ന നിറത്തിലിങ്ങനെ പൂത്ത് കുലകളായിട്ട് നിൽക്കുന്ന ഈ ഗ്ലാഡിയോലസുകളുടെ മേലെ കണ്ണുടക്കാതെ ഒരു കാഴ്ചക്കാരനും ഇതുവഴി കടന്നു പോകില്ല. ഞാൻ മുൻപേ പറഞ്ഞു, ആസ്റ്ററുകൾ കണ്ടോ, ഈ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ. ആസ്റ്ററുകൾ ധാരാളം അവിടെ ഇവിടെയായിട്ട് ഇത്തവണ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1 ഏക്കറോളം സ്ഥലം റോസ് ഗാർഡന് വേണ്ടി തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ വർണ്ണങ്ങളിലും വലുപ്പത്തിലുമുള്ള ഈ റോസാപ്പൂക്കൾ ഊട്ടി ഫ്ലവർ ഷോ അല്ലാതെ നമുക്ക് അടുത്തെങ്ങും വേറെ കാണാൻ വേണ്ടി സാധിക്കില്ല.
അതുപോലെ തന്നെ ഡാലിയ സാധാരണ എല്ലാ പൂപ്പൊലികളിലും ഇവിടെ ധാരാളമായി ഉണ്ടെങ്കിലും ഇത്തവണ ഇതുപോലെ കളർ മിക്സ് ആയിട്ടുള്ള കുറഞ്ഞ ഡാലികളും അത്ര തന്നെ വലുപ്പമില്ലാത്ത കുറച്ചധികം ഡാലികൾ മാത്രമേ ഇത്തവണ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. മാനിൻ്റെയും കരടിയുടെയും അതുപോലെ തന്നെ ഇതാ കണ്ടോ കാട്ടുപോത്തിൻ്റെയും ഒക്കെ രൂപത്തിലുള്ള ശില്പങ്ങൾ ധാരാളം അവിടെ ഇവിടങ്ങളിലായി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മുത്തശ്ശിയുടെ രൂപത്തിലും ഒക്കെയുള്ള പ്രതിമകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. കുളത്തിൻ്റെ നടുവിലും അതുപോലെ തന്നെ ഈ പുഷ്പനഗരിയിൽ അവിടെയുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജലവിസ്മയങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആദ്യമായി എത്തുന്ന കാഴ്ചക്കാർക്ക് വളരെ ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം കൃത്രിമമായി നിർമ്മിച്ചതാണെങ്കിലും കാണുമ്പോൾ ശരിക്കും നല്ല ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. സന്ധ്യയായപ്പോൾ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ കാണാൻ. പുഷ്പനഗരിയിലെത്തുന്ന ആളുകൾക്ക് കൃഷികളുടെ പ്രദർശനങ്ങളും അതുപോലെ തന്നെ തൈകൾ, വിത്തുകൾ മുതലായവയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് പഴയകാല മിഠായികൾ, അതുപോലെ തന്നെ പപ്പടങ്ങൾ, ഡ്രസ്സുകൾ, കമ്മൽ പോലെയുള്ള ഫാൻസി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ എല്ലാം വിപുലമായ ഒരു സ്റ്റാള് കിലോമീറ്റർ കണക്കിന് നടന്നു കാണാൻ പാകത്തിന് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സെൽഫി പോയിന്റുകളും ആർട്ടുകളും ഒക്കെ ആളുകൾക്ക് വളരെ വിസ്മയം ജനിപ്പിക്കുന്നവയാണ്. മനുഷ്യ മനസ്സുകളെ മനസ്സിൻ്റെ മാസ്മരിക ലോകത്തേക്ക് ആനയിക്കുന്ന ഒട്ടനവധി കലാ പ്രകടനങ്ങളും അതുപോലെ തന്നെ വിനോദത്തിനായി ഒരുക്കിയിട്ടുള്ള യന്ത്ര ഊഞ്ഞാലുകളും ഒക്കെ വരുന്ന ആളുകൾക്ക് ഇത് ഏറെ ആസ്വാദകരമാക്കാനും ഒക്കെ ഉപകരിക്കുന്നവയാണ്. അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകൾ, ഐസ്ക്രീം പാർലറുകൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ പോപ്പുലയുടെ എല്ലാ കാഴ്ചകളും ആസ്വാദക ഹൃദയങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് മണിവയ്യൻ.